ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ 27th ഡേ ഓഫ് 65 ഡേയ്സ് ഡെയിലി വ്ളോഗ്. അപ്പോൾ ഇന്ന് ഒരു ചെറിയ വ്യത്യാസമുണ്ട് നമ്മുടെ ഡെയിലി വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നതിൽ കേട്ടോ. കാരണം ഇന്ന് എനിക്ക് റീസെൻ്റായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കേൾക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഈ ജോബിനെ പറ്റിയിട്ടും സ്കോപ്പിനെ പറ്റിയിട്ടും പിന്നെ ഇപ്പോഴത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ടല്ലോ റിഗാർഡിങ് MLT എന്ന് വെച്ചാൽ അംഗീകാരമില്ലാത്ത കോളേജുകളിൽ പഠിച്ചിട്ട് കുറേ പേര് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പേഴ്സണലി ആണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി എന്താണ് ഇതിനൊരു പ്രതിവിധി, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ ഇത്രയും വർഷം പോയല്ലോ എന്നൊക്കെ പറയട്ടെ. സത്യം പറഞ്ഞാൽ ഇത്രയും വർഷം പോയത് നമുക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. നമ്മളെല്ലാവരും കഷ്ടപ്പെടല്ലേ നല്ല എമൗണ്ട് ഒക്കെ കെട്ടി വെച്ചിട്ട് ഒരുപാട് വർഷം എടുത്ത് നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എത്രയും പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പം നമുക്ക് ഫ്രണ്ടിലുള്ളൊരു വെളിച്ചം കാണുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ചാടും, പെട്ടെന്ന് തന്നെ ചാടി കയറും. അതാണ് പലർക്കും പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് തന്നെ ഞാൻ പഠിച്ചിറങ്ങിയത് ഒരു അംഗീകാരമുള്ള കോളേജിൽ നിന്നാണ്. ഞാൻ MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് 2016 പാസ് ഔട്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ ജോലിക്കായിട്ട് അപേക്ഷകൾ കൊടുത്ത സമയത്ത് പോലും എവിടെ നിന്നും എനിക്കൊരു അവഗണനയോ അല്ലെങ്കിൽ സാലറീൻ്റെ കുറവോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. നമ്മളൊരു സ്റ്റാർട്ടറായിട്ട് ചെല്ലുമ്പോൾ ട്രെയിനിയായിട്ട് ചെല്ലുമ്പോൾ കിട്ടേണ്ട ബേസിക് സാലറി ആണെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരിടത്തു നിന്നും ജോലിയില്ല അല്ലെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്നെ പറഞ്ഞു വിട്ടിട്ടില്ല. ഇപ്പോഴത്തെ മിക്ക കുട്ടികളും ഫുള്ളി MLT പഠിച്ചിറങ്ങുന്നത് തന്നെ ഒരു തരത്തിലും അംഗീകാരമില്ലാത്ത കോളേജിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെ ചെന്നാലും ഫുൾ അവഗണനയും വളരെ കുറഞ്ഞ സാലറിയിലൊക്കെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. കാരണം എനിക്ക് ഇന്നേ വരെ ഞാൻ പഠിച്ചതിൻ്റെ ബേസിൽ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ നിമിഷം വരെയും ദൈവം അങ്ങനെ തന്നെ പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടുന്നതൊക്കെ കേട്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടി കയറി 1-2 വർഷത്തെ കോഴ്സൊക്കെ പഠിച്ച് ഇപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടിട്ട് ഒരു ഗുണമില്ലെന്ന് അറിഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പോയ വർഷങ്ങൾ എന്തായാലും പോയി, നമുക്കിന്നത് പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് ഒരു ഗുണമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ പഠിക്കണമെന്നാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ റീട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു അംഗീകാരമുള്ള കോളേജിൻ്റെ കീഴിൽ ഇപ്പോൾ ഡിപ്ലോമ ആണെങ്കിലും ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ 4 വർഷം പഠിക്കാൻ അത്ര സമയം ഒന്നും കൂടെ കളയണ്ടെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഡിപ്ലോമ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അതല്ലാണ്ട് നമുക്ക് വേറെ നിവൃത്തിയില്ല. കുറേ പേര് ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് വെറുതെ ഇരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ തുച്ഛമായ സാലറിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇനി ആ ഒരു പ്രശ്നത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കാണ്ട് അടുത്ത് നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർത്ത് മൂവ് ഓൺ ചെയ്ത് പോകട്ടെ ചെയ്യേണ്ടത്. ഇനിയെങ്കിലും ഇതുപോലത്തെ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ അംഗീകാരമുള്ള കോളേജിൽ നിന്നും പഠിച്ചിറങ്ങാൻ മാക്സിമം നോക്കുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.